ഈ കുടുംബത്തിന്റെ കൂടെ നടക്കുന്ന ഈ പോത്തില്ലേ, ഈ പോത്തിനെ ഇവര് വാങ്ങിയതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അതായത് ഇത് അറുക്കാൻ കൊണ്ടുപോയ പോത്താണ്. ഈ അറുക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് മോന്റെ പേര് ഷഹബാസ് ഇടപെട്ടിട്ടാണ് ഇവരുടെ ഈ ഫാമിലിയുടെ ഒരു മെമ്പർ ആയത്. അതിന്റെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് എരുമേലിയിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ മകൻ ആ പോത്തിനെ കണ്ട് 2-3 ദിവസം കിടന്ന് കാരണം എനിക്ക് ആ പോത്തിനെ വേണം. അന്ന് കാണാൻ നല്ല രസമാണ് പോത്ത്. ഒരു കാട്ടുപോത്തിന്റെ കാല് വെള്ള, കൈയും വെള്ള, വാല് വെള്ള, നെറ്റിയിൽ വെള്ള. അപ്പോൾ ഞാനിത് അന്വേഷിച്ചപ്പോൾ നീലിരാവി, പഞ്ചാബ് നീലിരാവിയുടെ ഒരു ക്രോസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പോയി 1 മാസം വളർത്തിയിട്ട് വിറ്റേക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇവനുമായിട്ടുള്ള സ്നേഹം കൊണ്ട് പിന്നെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഞങ്ങളെ കിട്ടിയിട്ട് 12, 6, 18 മാസം, പിന്നെ എടുക്കുമ്പോൾ ഒരു 6 മാസവും 5-6 മാസം, മൊത്തം 23 മാസം, 2 വയസ്സാവുന്നു. അത് പിന്നെ കൊടുക്കാൻ തോന്നിയില്ല. പിന്നെ ഒത്തിരി പേര് വന്നു കൊടുക്കുന്നു എന്ന് ചോദിച്ചു, ഫാമിൽ നിർത്താനൊക്കെ, അല്ലാതെ ഇറച്ചിക്ക് ആവശ്യമായിട്ട് വന്നു. കൊടുത്തില്ല ഇതുവരെ. ഇത് എങ്ങനെയാ ഇപ്പം മുകളിൽ കയറി പറ്റിയേ? ഞാൻ കസേര ഇട്ടിട്ട് കയറും. അപ്പൊ ഇപ്പൊ സമ്മതിക്കും? വാപ്പ കൂടെ ഇല്ലെങ്കിൽ ഇടിച്ച് തള്ളിയിടുവോ? അങ്ങനൊന്നുമില്ല. അവൻ നടക്കുമ്പം ഞാൻ താഴെ വീഴും. നടക്കുമ്പോ താഴെ വീഴും. അതുകൊണ്ടാണ് വാപ്പയും കൂടെ നിൽക്കുന്നത് അല്ലേ? ആഹാരമൊക്കെ കൊടുക്കുമ്പോഴും ഇവനുമായിട്ട് കളിക്കാനൊക്കെ ഇവൻ സമ്മതിക്കും? കളിക്കല്ലോ. ഇന്ന് ഞങ്ങൾ ഓടി വന്നു. പേരുണ്ടോ? എന്താണ് പേര്? ശ്രീകുട്ടൻ. ശ്രീകുട്ടനാണ് ഞങ്ങൾ ശ്രീകുട്ടാന്ന് വിളിക്കുന്നത്. എനിക്ക് ഈ വാങ്ങിക്കാനിടയായ സാഹചര്യം പറഞ്ഞില്ലേ, അത് ഈ അറക്കാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഇത് നിങ്ങളുടെ പോത്തായിരുന്നോ അതെ അറക്കാൻ കൊണ്ടുപോയ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചതാണോ? അറക്കാൻ കൊണ്ടുപോയ സ്ഥലത്ത് മേടിച്ചതാണ്. അറക്കാൻ ഇങ്ങനെ ഈ പോത്തിനെ എങ്ങനെയാ മോൻ കണ്ടത്? എങ്ങനെയാ? ഞാൻ വെല്ലത്താടെ കൂടെ പോവല്ലോ ഈ പോത്തിനെ. അമ്മയുടെ അച്ഛനുമായിട്ട് പോകുന്ന സമയത്താണ് ഇതിനെ കണ്ടത്. ഈ പോത്തിനെ അറക്കാൻ കൊണ്ടുപോയ സ്ഥലത്തു നിന്നാണ് കണ്ടത്. കണ്ടപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പോത്തിനെ ഇഷ്ടപ്പെട്ടു. കാരണം അതേപോലെ അവിടെ കെട്ടി നിർത്തിയിരിക്കുകയായിരുന്നു. കൂടെയും കൊറോണ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ നല്ല പ്രായമുണ്ട്. ശിവന്റെ അത്രയും വലിപ്പമില്ലായിരുന്നു. ഇവന് പ്രായമില്ലാന്ന് ഇവനാ വലിപ്പം കൂടുതലായിരുന്നു. യൂട്യൂബിലേക്ക് കുറെ പേര് ഇങ്ങനത്തെ ഈ സൈസ് നീരാവി, മുറ അങ്ങനെയുള്ള ഇനങ്ങളൊക്കെ അല്ലേ വളർത്തുന്നേ. എനിക്കപ്പം മുറയിലും താല്പര്യം ഇതിനോടായിരുന്നു. ഇത് നീലിരാവി. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് എങ്ങനെയാ ഇണങ്ങിയത്? ഞാൻ പിന്നീട് ഇവന്റെ പുറകെ തന്നെ ആയിരുന്നു. പിന്നെ പഠിത്തമൊന്നും ഇല്ലായിരുന്നല്ലോ, അവധിയല്ലായിരുന്നു. പിന്നീട് എനിക്ക് വേറെ ഇവിടെ കോവിഡിന്റെ സമയം ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല, കൂട്ടുകാരായിട്ടൊന്നും വലുതായിട്ടില്ല. അപ്പം എനിക്ക് പിന്നെ ഞാൻ ഇവനുമായിട്ട് ഭയങ്കര ഇതായി ഇതുവഴിയൊക്കെ തീറ്റിക്കോ അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പുഴയൊക്കെ നീന്തി കിടക്കുമെന്ന് പറഞ്ഞു. പിന്നെ എത്ര കഥാണ് ഈ കാര്യത്തിനൊക്കെ. പുള്ളി ഓപ്പറേഷൻ കഴിഞ്ഞ് ടൈമൊക്കെ ഡോക്ടർ പറഞ്ഞു കൊറോണ കൂടിയ സമയമൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു ഒരുപാട് വെളിയിലൊന്നും ഇറങ്ങണ്ട, കാരണം പുള്ളിക്ക് ഇച്ചിരി സീരിയസ് ആയിരുന്നു. അപ്പം എന്തെങ്കിലും പെരക്കകത്ത് തന്നെ ഇരുന്ന്